കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിന് നടുവിലായി ഒരു മനുഷ്യൻ. കരുണാകരൻ എന്നു പേരുള്ള ഈ പ്രായം ചെന്ന മനുഷ്യൻ ഏറെ കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നുപോകുന്നത്. അദ്ദേഹത്തിന്റെ ദുരവസ്ഥകൾ കൊട്ടാരക്കര മീഡിയയോട് പങ്കുവെക്കുന്നു. എൻ്റെ പേര് കരുണാകരൻ. തൊട്ടപ്പുറത്തെ കൊട്ടാര പൊലിമുന്ന വീടും വേണ്ട. ഈ പുറമ്പൊക്കല്ലേ സാറേ, ഇവിടുന്ന് നമ്മുടെ ഒപ്പം വടക്ക് ലൈൻ അവിടെ പിന്നെ അപ്പനപ്പൂപ്പന്മാരുണ്ടാക്കിയ സ്ഥലം പുറമ്പൊക്കെ സ്ഥലമാണ്. അതിനകത്ത് എൻ്റെ അപ്പൂപ്പൻ കൊടിയുണ്ട്. അതിനകത്ത് എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ജീവിച്ച സ്ഥലമാണ്. അല്ലാതെ 10 സെൻറ്റ് പാർട്ടിക്കാരൻ മുഖൻ ഈ തോടിന് അക്കരെ കിട്ടി. ആ 1 സെൻറ്റ് ഭൂമി പോലും എനിക്കറിയാം. അവിടുന്ന് അടിച്ചു ഓടിച്ചു, ഇവിടുന്ന് അടിച്ചു ഓടിച്ചു. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് അവരതിൻ്റെ അപ്പുറമാണ് ചെയ്തത്. ഒരു വീട്ടിൽ ഒരു മാസം 5 രൂപ വിലയേ ഉള്ളൂ. ഒരു വീട്ടിൽ ജോലിക്ക് വന്നാൽ 5 രൂപയേ ഉള്ളൂ. അത് അച്ഛനും അമ്മയും കൊണ്ടാക്കണോ വേണ്ടായോ ചോദിച്ചാൽ പറഞ്ഞാൽ എന്നാൽ അവിടുത്തെ അടിയും പിടിയും മൊത്തം രക്തബന്ധങ്ങൾ പട്ടിണി അടക്കുന്നത് മൊത്തം മറ്റ് വന്നിട്ട് അവസാനം അമ്മ പോലും പോയി. പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും ഞാൻ പറയുന്നില്ല, അവർ ചെയ്തിട്ടില്ല. ചെയ്യാത്തൊരാളിനെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പാവമെന്ന് വേണ്ട രക്തബന്ധ ഭാര്യ, അതും 2-3 മക്കളെ ആംനിറം വരെ പ്രായപൂർത്തിയായപ്പം അതും പാവമെന്നേ ഉള്ളൂ. അവിടെ ഇല്ല, ഇവിടെ ഇല്ലാത്തുള്ള ജീവിതമായി. എല്ലാം ഇവിടെ അടുത്തുണ്ട്, മക്കളും ഉണ്ട്. അവരവരും ശത്രുവായി തീർന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ വയ്യ. തെറ്റും ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. പറഞ്ഞ കേട്ടില്ലെങ്കിൽ അടിക്കും. അന്വേഷിച്ച് കൊടുത്താൽ പറഞ്ഞാൽ കേൾക്കണോ വേണ്ടായോ? അമ്മക്ക് വസ്തുവില്ല, വീടില്ല. ഇതെല്ലാം അറിഞ്ഞ് വെച്ചുകൊണ്ട് വന്ന് 2-3 കുഞ്ഞുങ്ങളുമായി പ്രായപൂർത്തിയായി. ഞാൻ എല്ലാ സമയത്ത് വീട് കഴിഞ്ഞാൽ പോയി. പിന്നെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ആര്, നീ ആര്, മക്കളോരും ശത്രുവായി. ഈ ഇടയ്ക്ക് നമ്മൾ ചെങ്ങരപ്പൂത്ത് അമ്പലത്തിൽ പോയി സാറേ. അത് ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവ് പറഞ്ഞാൽ പോയത്. ഉള്ള പണം മൊത്തം അവിടെയാണ് കിടന്നാൽ മതിയായിരുന്നു. പിടിച്ചേറ്റിയ രക്തബന്ധങ്ങൾ ഇവിടെ വന്ന സമയം ഭ്രാന്ത് പിടിച്ചത് ഈ പേരുകട ഭ്രാന്താശുപത്രി കിടന്നാണ്. അവളും വന്ന കണ്ടവ ഒരു കാരണത്താലും എന്ത് ചെയ്യാൻ പറ്റും. മക്കൾ 3 ഭർത്താക്കന്മാർ, 3 പെൺമക്കളാണ്. 3 പെൺമക്കൾ. അത് ഞാൻ മോനല്ല, എൻ്റെ അടുത്ത് പോലും പറയാതെയാണ് കല്യാണങ്ങൾ മൊത്തം അവൾ നടത്തിയത്. ഞാൻ ഇവിടെ ഉണ്ടെന്നിട്ട് എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും പറയാതെ ചെയ്തു. എന്തോ കാര്യം എനിക്ക് യാതൊരു പിടിയും. ഒരു തെറ്റും ഞാൻ അവരോട് ചെയ്തില്ല. പിന്നെ അന്വേഷിച്ച് കൊടുത്ത് സമ്പാദിച്ച് കൂടി കൊടുത്തില്ലെങ്കിൽ അന്വേഷിച്ച് കൊടുത്ത് പ്രായപൂർത്തിയാക്കി സമ്പാദിച്ച് കൊടുക്കാൻ എന്നെ കൂടെ ഇതേ ഞാൻ ചെയ്തു. 10 ഓർണം പോലും നോക്കും. ആഹാരം ഞാൻ ചിലപ്പം ഇത് കൊണ്ടുവന്ന് കൊടുത്ത് ഹോട്ടലിൽ നിന്നായിരിക്കും, അല്ലാതെ ഇവിടെ നിന്ന് വെച്ചിരിക്കുകയാണ്. അല്ല പെരുവഴിയിലാണ് 3 കല്ല് വെച്ചോ, അത് കഞ്ഞി വെച്ച് കുടിക്കും. കിടങ്ങ് കിടന്നങ്ങ് ഉറങ്ങും. കൊണ്ടു കൊടുക്കാനാണ്. ഇവിടെ ജനിച്ചോളം ഞാൻ എങ്ങോട്ട് പേടിച്ച് പോകണം. പണ്ട് കളിക്കാൻ ഒരേ പണി എനിക്ക് ഒന്നത് വയ്യ. 8 രൂപ മുതൽ ഞാൻ കളിക്കാൻ ഇറങ്ങിയവനാണ്. 8 രൂപ 4 രൂപ മുതൽ. ഇപ്പം പണിയനുസരിച്ച് കാശുണ്ട്. എനിക്ക് ഒന്നത് വയ്യ. വയ്യാത്ത പണി ഞാൻ ചെന്ന് ചെയ്തിട്ടോ പൈസ ഇരുന്ന് അത് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അവർക്കറിയാമല്ല. പ്രായപൂർത്തിയായ ശേഷമല്ലേ പോയത്. ഇവർ തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയത്. എല്ലാ അവസ്ഥ അറിയാൻ സാറേ. പ്രായപൂർത്തിയായതിന് ശേഷം ഞാൻ എല്ലാ സമയത്ത് അതും എനിക്കറിയത്തില്ല. അവർ എന്നെ മറിഞ്ഞു നിന്ന് കാണുമായിരിക്കും, ഞാൻ കാണുന്നില്ല. കണ്ടാലും എന്നെ ഇഷ്ടമല്ല. ഇഷ്ടമല്ലാതെ മക്കളെടുത്ത് ഞാൻ ചെന്നോ നീ അതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും പറയാൻ പറ്റില്ല. അച്ഛനാണെന്ന് പറയേണ്ട ഈ പ്രായപൂർത്തിയായ മക്കൾക്ക് അറിയത്തില്ല. അവർ മുമ്പിൽ വന്ന് ഞാൻ കഷ്ടപ്പെടുന്ന അവർക്ക് എന്തും കൊടുക്കുക. ഞാൻ അവരോട് ജീവിക്കണോ വേണ്ടത് ഞാൻ തീരുമാനിക്കും. അത് വരാൻ ഞാൻ കൊണ്ടുവന്ന് കൊടുത്താൽ ഇറങ്ങി പോടാൻ എന്നാണ് മറ്റൊരാൾ പറഞ്ഞാൽ അവർക്കറിയത്തില്ല. എല്ലാം അവർക്കറിയാം.
അവിടെ എല്ലാം ഇവിടെയുള്ള പ്രായപൂർത്തിയായ ആണ്ടാന്ന് പിള്ളേർക്ക് അറിയത്തില്ലയോ. ഈ പിശാചെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ തലവും ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ്. ഈ പിള്ളേർക്ക് അറിയാൻ വയ്യാത്ത ഭാര്യ ഇവിടെ ഉള്ള എല്ലാം എൻ്റെ സ്വന്തങ്ങളാണ്. ഭാര്യയ്ക്കും അറിയാം. ഈയം കുന്നിലുള്ള എൻ്റെ ഭാര്യ അതിൻ്റെ ഇളയെ അപ്പിച്ചെ കൊണ്ട് പിന്നെ പെങ്ങളെ കൊണ്ടുവരുന്നത് ഇളയ ചിറ്റപ്പൻ. അതിൻ്റെ പിന്നെ ഞാൻ കൊണ്ടുവന്നത് ഈയം കൊണ്ടും ഇതുമായിട്ട് എന്തോ വ്യത്യാസം. എല്ലാം ഇവിടെ ഉള്ള ഇല്ല. മക്കൾ പോലും ശത്രുവായി, അമ്മ പോലും പിതാവ് പോലും. പിന്നെ ഒന്നും അറിയാത്ത ഈശ്വരനെയും എൻ്റെ പിന്നെ വല്യമ്മയും വല്യപ്പനും പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞാനും ഒരു തെറ്റ് അവരെ കൂടെ കൂടുമ്പോൾ ഞാൻ ചെയ്തില്ല. എന്താണ് തറയാവും താമം വരെ എന്തെങ്കിലും ആരെയും കക്കാതെ മുട്ടിക്ക് എന്തെങ്കിലും പണി പോപ്പോൾ അങ്ങ് പോട്ടെ. എന്നാലും ഇവർ മുമ്പിൽ കീഴടങ്ങാൻ പോകത്തില്ല. ഞാൻ ഒരു തെറ്റ് അവരെ മുമ്പ് ഞാൻ ചെയ്തില്ല. ചെയ്യാത്ത ഞാൻ എന്തിനാ അവരെ മുമ്പ് ഞാൻ കീഴടങ്ങുന്നത്? തെറ്റെഴുതണമെങ്കിൽ എന്തും പറയാൻ. ഇവിടെ ആക്രി കടയുണ്ട് സാറ്. അത് തൊട്ടപ്പുറത്ത് ഇവിടെ എല്ലാം ആക്രി കടയാണ്. കഴിക്കാനും മാന്താനും എനിക്ക് വയ്യ ഒന്നാവും. ആരുമില്ല. പിന്നെ ഇതോടെ അറിഞ്ഞ് കേട്ട് ആരെങ്കിലും 5 രൂപ 10 രൂപയോ പാവമെന്ന് പറയാനുണ്ട്. വീട്ടിൽ കൊള്ളത്തിൽ നാട്ടിൽ നേഴ്സറിനെ പോലെ കാണും. അങ്ങനെ ഞാൻ നിന്നിട്ടുള്ളൂ. എനിക്കൊരു വിലയും നിലയും എൻ്റെ അനുഭവം ഞാൻ പറയുന്നു. ചെയ്യാത്ത ഒരാളിനെ ചെയ്തെന്ന് ഞാൻ പറയത്തില്ല. വന്ന് വിളിച്ചാൽ ഞാൻ പോകും, അല്ല ഞാൻ പോകത്തില്ല. ഞാൻ മരിച്ചു വീണാനും പോവുകയാണ്. ഞാൻ ഒരു തെറ്റ് എൻ്റെ മക്കളുടെ തെറ്റ് ചെയ്യുന്ന തെറ്റില്ലാതെ 3 കുഞ്ഞുങ്ങളുണ്ടാകത്തുള്ളൂ. അങ്ങനെ ഒരുത്തരുടെ അടുത്ത് മാത്രമേ ഒരു തെറ്റ് ഞാൻ ചെയ്തുള്ളൂ. അല്ല കാണുന്ന പെണ്ണുങ്ങളുടെ കൂടെ ഈ നിമിഷം പോലും പോയിട്ടില്ല.